87 വയസ്സുള്ള മറിയക്കുട്ടി അമ്മയ്ക്ക് മുമ്പിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുട്ടുമടക്കിയെന്ന് സാറിന് എപ്പോഴും തോന്നിയിരുന്നു? മുട്ടുമടക്കിയിട്ടൊന്നുമില്ല. തൽക്കാലം അവർക്ക് എന്ത് ചെയ്യണം, എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്നറിയില്ല. ഈ ഇത്തരം പ്രായമായതുകൊണ്ടാണോ? പ്രായം കൊണ്ടല്ല. ഈ നാട്ടിൻപുറത്തെ അമ്മമാർ പറഞ്ഞ് ഈ അവരുടെ ഭാഗത്തേക്ക് മാറ്റാനൊക്കെ വലിയ പ്രയാസമാണ്. കാരണം ഇവർ നിഷ്കളങ്കരാണ്. അതുകൊണ്ട് സ്ട്രെയിറ്റ് ഫോർവേഡ് ചോദ്യം ചോദിക്കും. അവരെ ഈ വലിയ പ്രത്യയശാസ്ത്ര ഉത്തരം വെച്ചൊന്നും അവരെ വായടപ്പിക്കാൻ പറ്റില്ല. എൻ്റെ കാശിടറാ ചെറുക്ക എന്ന് പറയും അവർ. അപ്പോൾ ഇവർ പറയും അത് സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി മോശമായപ്പോൾ പോലും ഓവർ ഡ്രാഫ്റ്റ് എടുക്കാൻ സമ്മതിക്കാത്ത കേന്ദ്രം. അപ്പോൾ അമ്മച്ചി വീണ്ടും ചോദിക്കും, കാശ് എവിടാ നീ? എൻ്റെ കാശാണ് പ്രശ്നം. നീ കണാകുണം വർത്താനം പറയുന്നു, നീ കാശുണ്ടോ നിൻ്റെ കയ്യിൽ? ഈ ചോദ്യത്തിന് മുമ്പിൽ പകച്ചു പോകും. ഇതാണ് മാർക്സിസ്റ്റ് പാർട്ടിക്ക് സംഭവിക്കുന്നത്. ഈ സാധാരണ അമ്മമാരെ ഒരു കാര്യം പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ വലിയ പ്രയാസമാണ്. സത്യമേ അവരോട് പറയാൻ പറ്റുള്ളൂ. അവരുടെ ലാംഗ്വേജും അങ്ങനെയായിരിക്കും. അവരുടെ ലാംഗ്വേജ് അവരുടെ ഉള്ളിൽ നിന്ന് വരുന്ന ലാംഗ്വേജാണ്. അതിൽ കളങ്കമില്ല. അവരാ പോയിൻ്റ് വിട്ടു തരികയുമില്ല. അത് നമ്മൾ ഈ വലിയ വലിയ വളച്ചു കെട്ടി നമ്മുടെ ഈ പ്രേമചന്ദ്രൻ, പി രാജീവ്, എം പി രാജേഷ് ഒക്കെ പറയുമല്ലോ, ഈ സാധനമൊന്നും ഈ അമ്മച്ചിമാരുടെ അടുത്ത് ചിലവാകില്ല. അവർ പറയും, എൻ്റെ കാശ് എവിടെ, നീ കാശിൻ്റെ കാര്യം പറ, നീ ഓവർ ഡ്രാഫ്റ്റ് ഇതെന്താണെന്ന് അമ്മച്ചിക്ക് അറിയാൻ. ഇപ്പോൾ മറിയക്കുട്ടി അമ്മ പറയുന്നതും എൻ്റെ പെൻഷൻ എവിടെ, എൻ്റെ പെൻഷൻ കിട്ടിയാൽ ഇത്രേ ചോദ്യമുള്ളൂ. അത്രേ ഉള്ളൂ ചോദ്യം. ആ ചോദ്യത്തിന് ഉത്തരം പണം മാത്രമാണ്. അതെ, അത് വേറെ ഒന്നും അതിന് ഉത്തരമല്ല. അതുകൊണ്ട് സർക്കാർ എന്ത് ചെയ്തു, അവരുടെയും അവരുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു അമ്മച്ചി ഉണ്ടായിരുന്നല്ലോ, ഈ 2 പേരുടെയും 2 മാസത്തെ പെൻഷനോ മറ്റോ കൊടുത്തു. ഇത് കിട്ടിയതുകൊണ്ടായില്ലല്ലോ, മാസം കുറേ ആയില്ലേ, ബാക്കി പെൻഷൻ എവിടെ? 5 മാസം കഴിഞ്ഞു. 5 മാസം കഴിഞ്ഞു. അത് കൊടുക്കുന്നതോ 1600 ഉലുവ. ഈ 1600 രൂപയ്ക്കറിയാമല്ലോ നമുക്ക് എന്ത് കിട്ടും. 1600 രൂപയ്ക്ക് ഒരു ദിവസം കഷ്ടിച്ച് കഴിഞ്ഞു. പ്രായമായ ഒരു അമ്മ അവിടുത്തെ ഒരു ഓട്ടോറിക്ഷ വിളിച്ച് അവിടെ വരെ പോകുമ്പോൾ ഈ പറഞ്ഞ പൈസ 200-250 ചിലവാകും. അപ്പോൾ പിന്നെ അവരെന്ത് ചെയ്യും? അവർ ചോദിക്കുന്നത് ന്യായമല്ലേ? മാത്രമല്ല, നോക്ക്, ക്ഷേമ പെൻഷൻ കൊടുക്കാനായിട്ടാണ് പെട്രോളിന് 2% സെസ് കൂട്ടിയത്. കൂട്ടിയെന്ന് നിയമസഭയിൽ പറഞ്ഞു. ഇതിന് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ആ കാശ് കൊടുക്കണ്ടേ? ആ കാശ് വേറെ ആവശ്യത്തിന് എടുക്കാമോ? വേറെ 110 ആവശ്യങ്ങളുണ്ട്, ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഇന്ന ആവശ്യത്തിനാണ് എന്ന് പറഞ്ഞിട്ട് ഞാൻ റോജിയുടെ നിന്ന് കാശ് മേടിച്ചിട്ട് വേറൊരു പണി ചെയ്ത് കഴിഞ്ഞാൽ റോജി വിടുവോ? സമ്മതിക്കില്ല. ഇതാണ് നമ്മളെല്ലാവരും കൊടുക്കുന്ന പൈസ കൂടിയാണല്ലോ. അതെ, എല്ലാവരും കൂടെ കൊടുക്കുന്ന പൈസ ഈ അമ്മച്ചിക്ക് പോലെ ഇതുപോലെയുള്ള ലക്ഷക്കണക്കിന് അമ്മച്ചിമാർക്ക് കൊടുക്കാനാണ് ഈ കാശ്. എന്നിട്ട് അത് മേടിച്ചിട്ട് ഇവർ പുട്ടടിച്ചു. നവകേരള സദസ് ബസ് മേടിച്ചു, 1 കോടി രൂപയുടെ ബസ്. 1 കോടി രൂപ അത്രയും ആയില്ലേ? അത്രയും പേർക്ക് പെൻഷൻ കൊടുക്കരുതോ? അല്ലെങ്കിൽ 1 മാസത്തെ കൊടുക്കും. ഇതൊന്നും ചെയ്യില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മച്ചിയും തുനിഞ്ഞങ്ങിറങ്ങി പിച്ചച്ചട്ടി എടുത്തു. അവിടെ നിന്നാണല്ലോ ഈ പ്രശ്നങ്ങളുടെ തുടക്കം. അവിടെ നിന്നാണ് തുടക്കം. ഒരു പക്ഷേ നമ്മളാണ് അമ്മച്ചിയുടെ ലൈഫ്, അതായത് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ഹറാസ്മെൻറ്റും ഒരുപാട് സൈബർ ബുള്ളിങ്ങും അമ്മയ്ക്ക് കിട്ടി. പല രീതി കിട്ടി. പക്ഷേ അമ്മയൊന്നും അതിൽ തളർന്നില്ല. പക്ഷേ നമ്മളാണ് അമ്മയുടെ റിയൽ ലൈഫ് എന്താണെന്നുള്ളത് നമ്മൾ എക്സ്പ്ലോർ ചെയ്ത് പുറത്തോട്ട് കൊണ്ടുവന്നത്. അത് ഭയങ്കരമായിട്ട് വൈറലായിരുന്നു. സോഷ്യൽ മീഡിയയില്ല, മെയിൻ സ്ട്രീം മീഡിയയിൽ ഇരുന്നുകൊണ്ട് ഒരു അധമൻ, CPM ഒരു അധമൻ പറയുന്നത് ഞാൻ കേട്ടു. സുരേഷ് ഗോപി പോയി കെട്ടിപ്പിടിച്ചപ്പോൾ പുളകിതയായി മറിയക്കുട്ടിയെന്ന്. തെമ്മാടിത്തരല്ലേ ആ പറയുന്നത്? 87 വയസ്സുള്ള ഒരു അമ്മയെ പറ്റി ഇവന് പറയാമോ? അത് ആ അമ്മയ്ക്ക് ഇങ്ങോട്ട് പറയാം, അവർക്ക് പറയാം, അവർക്ക് അതിനുള്ള ധാർമ്മികമായ അവകാശമുണ്ട്. എന്നെ ഈ പ്രായത്തിലും അമ്മമാർ എടാന്ന് വിളിക്കാറുണ്ട്. അവർ 10, 85, 86 വയസ്സായി കഴിഞ്ഞാൽ അവരെല്ലാവരെയും എടാന്നേ വിളിക്കുകയുള്ളൂ. അവർ ശാസിക്കും. അവർക്ക് അതിനുള്ള ധാർമ്മിക അവകാശമുണ്ട്. അത്രയും കാലം ഈ ഭൂമിയിൽ ഈ സമൂഹത്തിൽ ജീവിക്കുകയും സമൂഹവുമായിട്ട് മല്ലിടുകയും അത്രയും അനുഭവ സമ്പത്തും ഒക്കെ ഉള്ളവരാണ്. അതുകൊണ്ട് അവർക്ക് നമ്മളെ ശകാരിക്കാനുള്ള അവകാശമുണ്ട്. നമ്മൾ തിരിച്ച് ശകാരിക്കരുത്, തിരിച്ചവരെ അപമാനിക്കരുത്. അതും ഈ പറഞ്ഞ വാക്ക് അവർക്കെതിരെ ഉപയോഗിക്കുക ഈ പ്രായത്തിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയധികം സംസ്കാര ലോകം വന്ന ആളുകളെ ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് സോഷ്യൽ മീഡിയ മാത്രമല്ല, മെയിൻ സ്ട്രീം മീഡിയയിലും ഇവരെ അപമാനിച്ചു. എനിക്ക് തോന്നുന്നു പാർട്ടിയുടെ എല്ലാ പേജുകളിലും ഇവർക്കെതിരെയുള്ള ഫേക്ക് ന്യൂസുകൾ അപ്പം തന്നെ സ്പോട്ടിൽ. അതുമാത്രമല്ല, അവർ ചോദിക്കുന്നത് ഇതിനു മുമ്പ് ഉമ്മൻചാണ്ടി ഭരിക്കുമ്പോൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് പെൻഷൻ കിട്ടിയിരുന്നോ?
ഈ വാഗ്വാദത്തിനല്ല അമ്മച്ചി വന്നിരിക്കുന്നത്. LDF എത്ര തന്നു, UDF എത്ര തന്നു, ഇതൊന്നും അമ്മച്ചിക്ക് അറിയണ്ട. ഒരു പക്ഷേ ഇവരിൽ ആരാ അധികാരത്തിൽ ഇരിക്കുന്നത്, ഏതൊക്കെ പാർട്ടി എന്ന് പോലും അമ്മച്ചിക്ക് അറിയില്ല. അമ്മച്ചിക്ക് വേണ്ടത് ഈ കാശാണ്. ഇതാ അപ്പോൾ പറയാം, അവർക്ക് 2 ഏക്കർ വസ്തു അവരുടെ മക്കൾ അമേരിക്കയിലാണെന്ന് പറഞ്ഞു വീണ്ടും അപമാനിച്ചു. അവർ പറഞ്ഞു ശരി, ആ വസ്തു എനിക്ക് അളന്നതാ, എൻ്റെ വസ്തു എനിക്ക് അളന്നതാ, എൻ്റെ അമേരിക്കയിലെ മകളോട് പറഞ്ഞിട്ട് എനിക്ക് കാശ് മേടിച്ചതാണ്, ഞാൻ നിന്നെ ഉപദ്രവിക്കുന്നില്ല. അങ്ങനെയാണ് നമ്മളാണ് അങ്ങനെ ഈ അമേരിക്കയിലല്ല പുറത്തെ രാജ്യത്തുള്ള മകൾ ആരാണെന്ന് ഞാൻ തപ്പിച്ചെല്ലുകയും നമ്മുടെ അടിമാലി KSRTC പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ ലോട്ടറി വെക്കാം ഈ പറയുന്ന മകൾ. അങ്ങനെയാണ് നമ്മളത് പുള്ളിയത്ര ബൈറ്റ് എടുത്തു, എപ്പോഴാണ് വിദേശ രാജ്യത്ത് നിന്ന് വന്നതെന്നൊക്കെ നമ്മൾ ചോദിച്ച് അങ്ങനെ നമ്മളത് പുറത്ത് കൊണ്ടുവന്നു. ഇപ്പോൾ ലാസ്റ്റായിട്ടൊരു സംഭവം സാറ് കണ്ടോന്ന് എനിക്കറിയില്ല, മറിയക്കുട്ടിയമ്മ ഒരു ബ്രേസറൊക്കെ പൊക്കി പിടിച്ച് പിണറായിക്കെതിരെ പോയത് ശ്രദ്ധിച്ചിരുന്നു? കണ്ടിരുന്നു ഞാൻ, ഫോട്ടോ കണ്ടു. ആ ഒരു ധൈര്യം എവിടെ നിന്നായിരിക്കും സാർ ചിന്തിക്കുന്നത്? അല്ല, അത് മുൻപിൻ നോക്കാനില്ലാത്തൊരു ധൈര്യമാണ്. 87 വയസ്സായി, ഇനിയിപ്പോൾ എനിക്ക് എന്ത് വരാനാടാ? ഗവർണർ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ, എൻ്റെ ഏജ് നാഷണൽ ആവറേജ് കഴിഞ്ഞു, അതുകൊണ്ട് എനിക്ക് ജീവനിൽ വലിയ കൊതിയൊന്നുമില്ല, നീയൊന്നും എന്നെ ഒന്നും ഞൊട്ടാനില്ല. ഇത് തന്നെയാണ് മറിയക്കുട്ടി ചേച്ചി പറയുന്നത്. മോനെ, എന്നെ പേടിപ്പിക്കരുത്, എനിക്കിത് പുല്ലാണ്, എൻ്റെ എനിക്കിനി പ്രത്യേകിച്ച് നേടാനൊന്നുമില്ല, നഷ്ടപ്പെടാനൊന്നുമില്ല, ഞാൻ ജീവനോടെ ഇരിക്കുന്നു, അതുകൊണ്ട് ദയവ് ചെയ്ത് എന്നെ വെല്ലുവിളിക്കാതെ എനിക്ക് തരാനുള്ള കാശുത. ഇത് പറഞ്ഞിട്ടാണ് അവർ കോടതിയിൽ പോയിരിക്കുന്നത്. അത് മറികടന്ന് ഒറ്റയ്ക്കാണ് കേട്ടോ പ്രതിഷേധം നടത്തിയത്. പുള്ളിക്കാരത്തി ഒറ്റയ്ക്ക് ചെന്ന് ഒറ്റയ്ക്ക് എടുക്കുന്നു, ഒറ്റയ്ക്ക് തിരിച്ചു വരുന്നു. അത് മറിയക്കുട്ടി ചേച്ചിയുടെ കൂടെ വേറൊരു ചേച്ചിയും കൂടെ ഉണ്ടായിരുന്നു, ഓർമ്മയുണ്ടല്ലോ. അവർ പാവമാണ്, അവർ ഈ വാളത്തിന് അവരങ്ങ് ഒതുങ്ങി. കാരണം ഈ ഉമ്മരുടെ ഈ കട്ടയന്മാരുടെ അടുത്ത് ഞാനില്ലടി, നീ വരുന്നില്ലെങ്കിൽ വരണ്ടറി, ഞാൻ നോക്കിക്കോളാം. അത്രേ ഉള്ളൂ. അതായത് മറിയക്കുട്ടമ്മയ്ക്ക് ഒരു കൂട്ടിന് വേണ്ടിയിട്ടാണ് പുള്ളിക്കാരത്തിന് വിളിച്ചിട്ട് പോയത്. ശരിക്കും മറിയക്കുട്ടമ്മയുടെ പ്ലാൻ ആയിരുന്നു പിച്ചച്ചട്ടി എടുത്ത് പെൻഷന് തെണ്ടാന്നുള്ളൊരു സാധനം. പുള്ളിയാത്തി കൂടെ പോയതാൽ പുള്ളിയാത്തിക്ക് അത്രയും സംസാരിക്കാനൊന്നും അറിയില്ല. മറിയക്കുട്ടമ്മ എന്ത് പറയുന്നു അതിൻ്റെ ഒപ്പം നിൽക്കാന്ന്. അയ്യോ, അത് വേറൊരു നിസ്സഹായ അവസ്ഥയാണ്. അങ്ങനെയുള്ള ധാരാളം സ്ത്രീകളുണ്ട്, അവർക്ക് സംസാരിക്കാൻ അറിയില്ല, വക്കീലിൻ്റെ അടുത്ത് പോകാൻ അറിയില്ല, കോടതിയിൽ പോകാൻ അറിയില്ല, പോലീസിനെ കണ്ടാൽ തന്നെ അവർക്ക് പേടിയാണ്. അവർ കിട്ടുന്നതുകൊണ്ട് ജീവിക്കും, ആര് പേടിപ്പിച്ചാലും അവർ പേടിക്കും. ഇങ്ങനെയുള്ള പാവപ്രാണികളൊക്കെയാണ് ജീവിക്കുന്ന വീട്ടിൽ. പ്രത്യേകിച്ച് ഒന്നുമില്ല, ഒരു വരുമാനമില്ല അവർക്ക്. ഇവർ രണ്ടുപേരും ഈ ചെറിയ പെൻഷൻ കിട്ടി ഈ പ്രായത്തിൽ ഇനിയിപ്പോൾ എന്ത് ജോലിക്ക് പോകാനാണ്? ഒന്ന് രണ്ടുപേർക്കും വയ്യ, കണ്ണിന് വയ്യ, കാലിന് വയ്യ. ഈ ഒരു എമൗണ്ട് പോലും അവർ പ്രതീക്ഷിക്കുന്നില്ല, അതുപോലും അവർക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. അല്ല, ഇത് ഇവരുടെ ന്യായം എന്താണെന്നറിയാമോ? ഇതിന് മുമ്പ് AK ആൻ്റണി ഉണ്ടായിരുന്നപ്പോൾ 18 മാസം കൊടുക്കാനുണ്ടായിരുന്നു, അച്യുതാനന്ദനാണ് അത് കൊടുത്തു തീർത്തത്, ഉമ്മൻചാണ്ടി വീണ്ടും പെൻഡിങ് ആക്കി, പിണറായി വിജയൻ അത് ക്ലിയർ ചെയ്തു, പിന്നെ ഇപ്പോൾ കുറച്ച് പെൻഡിങ് വന്നു. ശരി, ഈ ന്യായമൊക്കെ ശരി, ഇതൊക്കെ രാഷ്ട്രീയ ന്യായങ്ങളാണല്ലോ. പെൻഷൻ കിട്ടാനുള്ളവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഈ രാഷ്ട്രീയ ന്യായം പറഞ്ഞാൽ മതിയോ? ഞങ്ങളിത് ഇത്ര പെൻഡിങ് ഇട്ടെങ്കിൽ ആ കോൺഗ്രസ്സുകാർ ഇതിൽ കൂടുതൽ പെൻഡിങ് ഇട്ടിരുന്നു, അതുകൊണ്ട് എന്താ എനിക്കിപ്പോൾ തരാനുള്ള കാശ് തന്ന്? ഈ രാഷ്ട്രീയ ന്യായവും കൊണ്ട് അമ്മമാരുടെ അടുത്ത് പോകരുത്, അവിടെ നമ്മൾ വിജയിക്കില്ല. കാരണം അമ്മമാർക്ക് രാഷ്ട്രീയമില്ല, അവർക്ക് അവരുടെ ജീവിതമാണ് വലുത്, അവരുടെ കുടുംബമാണ് വലുത്. ഈ രാഷ്ട്രീയം കളിക്കുന്ന ആൾക്കാരുടെ മുഴുവൻ കുടുംബം നോക്കുന്ന അമ്മമാരാണ്. ഇവരുടെയൊക്കെ ഭാര്യമാരും അമ്മമാരുമാണ് ഇവരുടെ കുടുംബം നോക്കുന്നത്. അവർക്ക് തെരുവിലിറങ്ങേണ്ടി വന്നു. ധനമന്ത്രി ബാലഗോപാലിൻ്റെ ഭാര്യ മുദ്രാവാക്യം വിളിക്കുന്ന സെക്രട്ടേറിയറ്റ് മുമ്പിലിരുന്നുകൊണ്ട് കാശ് താന്ന് പറഞ്ഞുകൊണ്ട് ഇല്ലേ? അപ്പോൾ ഈ അമ്മമാർക്ക് ധനമന്ത്രിയുടെ വീട്ടിലെ ഭാര്യ അവരാണല്ലോ അവിടുത്തെ കുടുംബിനി. ആ കുടുംബിനിക്ക് പോലും ഇത് ശരിയല്ല എന്ന് തോന്നണമെങ്കിൽ മറിയക്കുട്ടിയമ്മ എത്ര സഹിക്കുന്നുണ്ടാവും? എത്ര സഹിക്കുന്നുണ്ടാവും? ധനമന്ത്രിയുടെ ശമ്പളം ഇതുവരെ മുടങ്ങിയിട്ടില്ല, ധനമന്ത്രിയുടെ ഭാര്യയുടെ ശമ്പളം മുടങ്ങിയിട്ടില്ല, അവരുടെ എന്തോ കുടിശ്ശിക കിട്ടാനാണ് അവരുടെ സമരം. ഒന്നും മുടങ്ങിയിട്ടില്ല, അവരുടെ ആർഭാട ജീവിതത്തിന് ഒരു കുറവും ഉണ്ടായിട്ടില്ല. എന്നിട്ട് അവർ തെരുവിലിറങ്ങി. മറിയക്കുട്ടിയമ്മ തെരുവിലിറങ്ങി കഴിഞ്ഞപ്പോൾ വലിയ പ്രയാസം. ആ തള്ളച്ചിയുടെ വർത്തമാനം കൊള്ളില്ല. എന്ത് വർത്തമാനം കൊള്ളില്ല? അവരുടെ നാട്ടിലെ അവർ സാധാരണ ഉപയോഗിക്കുന്ന ഇതൊക്കെ ആർക്കാ പറയാൻ മേലാത്തത്? ഭ്രാന്താണ്, മെൻ്റലാണ്, ഷോയാണ്, നാടകമാണ്, കാര്യമൊക്കെ ശരി. നിങ്ങൾ കാശ് കൊടുത്തോ അവർക്ക്? അതല്ലേ ചോദ്യം. ആ ചോദ്യത്തിന് ഒരൊറ്റയാൾ ഉത്തരം പറയുന്നില്ല, ഒരൊറ്റ ആൾ പറയുന്നില്ല. നമ്മൾ കാശ് കൊടുക്കാനുള്ള ആൾ വന്ന് ചോദിക്കുമ്പോൾ അവന് ഭ്രാന്താണെന്ന് നമ്മൾ പറഞ്ഞാൽ ആരെങ്കിലും സമ്മതിക്കുമോ? അവൻ മെൻ്റലാണെന്ന് പറഞ്ഞാൽ സമ്മതിക്കുമോ? ഇനി മെൻ്റലാണെന്ന് തന്നെ വെച്ചു, കൊടുക്കാനുള്ള കാശല്ലേ, അത് കൊടുക്കണ്ടേ? അത് മെൻ്റലാണ്, അതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു, നമുക്കിനി കാശ് കൊടുക്കേണ്ടതാണ്.
ഇതൊന്നും ഈ ന്യായമാണ് ചിലവാകുന്നത്. ഇത് സാധാരണ അമ്മമാരുടെ ഉള്ളിലെല്ലാം കിടക്കും ഈ തെമ്മാടിത്തരം മുഴുവൻ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, മറിയക്കുട്ടി എന്ന് പറയുന്ന വയസ്സ് എന്ന സ്ത്രീ അവർ കേരളത്തിൻ്റെ ഒരു പ്രതീകമാണ്, കേരളത്തിലെ സാധാരണക്കാരുടെ പ്രതീകമാണ്. ഇനി ഇപ്പോൾ സാറിന് അറിയാലോ, ഇപ്പോൾ ഇങ്ങനൊരു പാർട്ടിനെ വിമർശിക്കുമ്പോൾ ഉണ്ടാവുന്ന ഭവിഷ്യത്തുകൾ ചെറുതല്ലായിരിക്കില്ല. ഒരു പക്ഷേ മറിയക്കുട്ടി അമ്മയ്ക്ക് ഒരു 87 വയസ്സുള്ളത് കൊണ്ടായിരിക്കാം ഒരു പരിധി വരെ രക്ഷപ്പെട്ടു പോയത്. വേറെ ആരെങ്കിലും ആണെങ്കിൽ ഒരു പക്ഷേ മറ്റു പല പ്രശ്നങ്ങളിൽ ചെന്ന് ചാടിയാണ്. ഇനി ഒരു ചുക്കുമില്ല. 87 വയസ്സിനോടൊന്നും മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഒരു ദയയില്ല. ഗൗരിയമ്മയെ എടുത്ത് പാർട്ടിയിൽ നിന്ന് പുറത്ത് കളയുകയും അവിടെ വലിയ അക്രമം നടത്തുകയും ചെയ്ത് ആരാ? ഗൗരിയമ്മയ്ക്ക് നേരിട്ട് തല്ല് കിട്ടിയില്ലെന്നേ ഉള്ളൂ. ഗൗരിയമ്മയുടെ കൂടെ പുറത്തിറങ്ങിയ കുട്ടനാട്ടുകാരായിരുന്നു കൂടുതലും. അവരെല്ലാം തല്ല് മേടിച്ചു. ഗൗരിയമ്മയെ ശാരീരികമായിട്ട് ആക്രമിച്ചാൽ പ്രശ്നമാകുമോ എന്ന് ഭയന്നിട്ട് അവരെ വിട്ടുകളഞ്ഞു. പല രീതിയിൽ അവരെ ശ്വാസം മുട്ടിച്ചു ഗൗരിയമ്മയെ. ഇനി എന്തായിരിക്കും? അതുകൊണ്ട് വയസ്സായ സ്ത്രീകളോട് ബഹുമാനമുണ്ടെന്നൊന്നും വിചാരിക്കരുത്. കേരളം മൊത്തമുള്ള ഗൗരിയമ്മ എവിടെയൊക്കെ ഉദ്ഘാടനം ചെയ്തോ ആ കല്ലുകളിൽ നിന്നെല്ലാം ഗൗരിയമ്മയുടെ പേര് കൊത്തിക്കളയാൻ തീരുമാനിച്ചു. പല സ്ഥലത്ത് കൊത്തിക്കളഞ്ഞു. പിന്നെ അത് തിരിച്ചടിക്കും എന്ന് വന്നു കഴിഞ്ഞപ്പോഴാണ് അത് നിർത്തിയത്. ഇപ്പോഴും ഒരുപാട് കല്ലുകളുണ്ട് ഗൗരിയം. തറക്കല്ലിടുക, അത് ഇതൊക്കെ ഉണ്ടല്ലോ. അവർ മന്ത്രിയൊക്കെ ആയിരുന്നു. ഇതിലൊക്കെ അവരുടെ പേരുണ്ടാവും. ആ പേര് ചിസൽ കൊണ്ട് ഇതിലാണല്ലേ, കരിങ്കല്ലിലാണല്ലേ ഇത് ചെയ്യുന്നത്, ഗ്രാനൈറ്റിലൊക്കെ. ചിസൽ വെച്ച് ഗൗരിയമ്മയുടെ പേര് കളഞ്ഞു ഈ പറഞ്ഞ ആൾക്കാർ. ഇവർ പ്രിൻസിപ്പലിൻ്റെ കസേര കത്തിച്ചു, പ്രിൻസിപ്പലിന് കുഴിമാട ഒരുക്കി. ഇതൊക്കെ ചെയ്ത അധമന്മാരാണ്. അതുകൊണ്ട് പ്രായമായതുകൊണ്ട് വെറുതെ പ്രായത്തോട് ഒരു ബഹുമാനം ഇല്ലാത്ത ആൾക്കാരാണ് ഇവർ. ഇനി എന്തായിരിക്കും അങ്ങോട്ട് സംഭവിക്കാൻ പോകുന്നത്? അവർക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. അവരുടെ ഹൈക്കോടതിയിൽ കേസ് ഇപ്പം നോട്ടീസ് പോയിട്ടുണ്ട്. സർക്കാർ ഇത് കൊടുക്കും. ഒന്നുമില്ലെങ്കിൽ അവരുടെ കാശെങ്കിലും കൊടുക്കാൻ ഹൈക്കോടതി പറയും. നിങ്ങൾക്ക് മുഴുവൻ പെൻഷൻ കൊടുക്കാൻ ഞങ്ങളുടെ മുമ്പിൽ വന്ന പെറ്റീഷണർ അഗ്രീവ്ഡാണ്. അവർക്ക് കാശ് കിട്ടാനുണ്ട്, അവരുടെ കാശ് കൊടുക്കുന്നു. അല്ല, പാർട്ടിക്ക് ഇത്ര നാണക്കേട് വരുത്തിയത് കൊണ്ട് ഇനി അങ്ങോട്ട് പ്രത്യേകിച്ച് നടപടികളൊന്നും കൊടുക്കാതിരിക്കാൻ പല മാർഗങ്ങളൊക്കെ നോക്കും. അവർ കൊടുക്കാതിരിക്കാൻ പല മാർഗങ്ങൾ നോക്കും. പക്ഷേ ഹൈക്കോടതി പിടിയാലേ ഇത് കൊടുക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അധിക ദിവസം ഇത് കൊടുക്കാതിരിക്കാൻ പറ്റില്ല. കാരണം പിന്നെ അത് കോർട്ട് ലക്ഷ്യവും കൊണ്ട് മറിയക്കുട്ടി വീണ്ടും ഹൈക്കോടതിയിൽ വന്നു കഴിഞ്ഞാൽ ജഡ്ജിമാർ ഭയങ്കരമായിട്ട് റിയാക്ട് ചെയ്യും. കാരണം ഈ പ്രായത്തിൽ ഞങ്ങളുടെ ഉത്തരവ് മാനിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ സ്ത്രീയെ പിന്നെ നിങ്ങളിട്ട് നടത്തിക്കുക എന്ന് പറയുന്നത് ശരിയാവില്ല. മറിയക്കുട്ടിയമ്മ കേരളത്തിലെ എല്ലാ സ്ത്രീകളുടെയും ഒരു പൊതു ശബ്ദമാണല്ലേ? അതെ, തീർച്ചയായിട്ടും കേരളത്തിൻ്റെ മനസാക്ഷിയുടെ ശബ്ദമാണ് മറിയക്കുട്ടിയമ്മ കേൾപ്പിക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.